കോഴിക്കോട് ചെറുവണ്ണൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന മേൽപ്പാലത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുന്നതായി പരാതി. താഴേക്കൂടി പോകുന്ന യാത്രക്കാർക്കോ നിർമ്മാണ ജോലിക്കാർക്കും സുരക്ഷയൊരുക്കാതെയാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് എന്നാണ് ആക്ഷേപം. ദേശീയപാത 66-ൽ ചെറുവണ്ണൂർ ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന മേൽപ്പാലം അപകടക്കണിയാകുന്നു എന്നാണ് ആക്ഷേപം. ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനും കോൺക്രീറ്റിങ്ങിനും താഴെ സുരക്ഷാ വലകൾ സ്ഥാപിക്കണമെന്നാണ് ചട്ടമെങ്കിലും മുകളിൽ നിന്ന് കോൺക്രീറ്റ് മിശ്രിതവും നിർമ്മാണാവശിഷ്ടങ്ങളും താഴേക്ക് വീഴുന്നത് പതിവാണ്. സുരക്ഷാ മുൻകരുതലുകളൊന്നും ഇവിടെ ഇല്ല എന്നാണ് ആക്ഷേപം. ഇവിടുത്തെ കണ്ടീഷനുകളല്ല, ഇപ്പോൾ അവിടെ വെൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്, അടികൂടെ വണ്ടി പോകുന്നു. ഈ വെൽഡിംഗ് അടിക്കുമ്പോൾ ഒക്കെ കംപ്ലീറ്റ് അടിയിൽ അതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് വേണം അടിക്കാൻ. ഒരിക്കലും എൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഒരു സാധനം വീണ്. ഇതിനോടകം തന്നെ നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി നാട്ടുകാർ ആരോപിക്കുന്നു. 2 മാസം മുമ്പ് ഈ മൂലക്കൽ ഒരു പെണ്ണ് ആ ഗട്ടറിലേക്ക് വീണ്. ആ വീണപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അവിടുത്തെ. ഞാനാണ് ആ പെണ്ണിനെ എടുത്ത് കൊണ്ടുപോയിട്ട് ആ ബൈക്കും പെണ്ണും കൂടെ അകത്തോട്ട് പോയി. അത് കാല് പൊക്കി വിടുക്കാൻ പറ്റാതെ ബൈക്കും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുത്ത്. തൊഴിലാളികളുടെ സുരക്ഷയുടെ കാര്യത്തിലും ആക്ഷേപമുണ്ട്. സേഫ്റ്റി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മേലെ ആളുകൾ വർക്ക് ചെയ്യുന്നു. സേഫ്റ്റി ഹാർഡ്നെസ്സോ മറ്റുള്ള ആദ്യം നമ്മൾ മനുഷ്യൻ്റെ ജീവനാണല്ലോ വില കൊടുക്കേണ്ടത്. പലരും ഹെൽമറ്റും സുരക്ഷാ ജാക്കറ്റുകളും ധരിക്കുന്നുണ്ടെങ്കിലും ഉയരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ കുറവാണ്. വൻ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ 1 കോഴിക്കോട്.